ഇനി പോകുന്നത് റാപ്പർ വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ FIRന്റെ വിവരങ്ങൾ ന്യൂസ് 18. കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത്. ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് പോലീസിന്റെ FIR. ഇതിനിടെ പുലിപ്പല്ല് കൈവശം വെച്ചതിന് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം വേടനെ കോടനാട്ടെ വനംവകുപ്പിന്റെ ഓഫീസിൽ എത്തിച്ചിരുന്നു. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ. ഡാനി, കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴാണ് പിടിയിലായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ വേടന് വലിയ പിന്തുണയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും കുറ്റകരമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് കഞ്ചാവ് ഉപയോഗിച്ചു, കഞ്ചാവ് കൈവശം വെച്ചു, അത് നിയമപ്രകാരം തെറ്റാണ്. അപ്പോഴാണ് ഈ പുലിപ്പല്ല് കേസ് കൂടി വരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് കേസിലും അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഇതില് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ വനം വകുപ്പ് കൂടി കേസെടുത്തിട്ടുണ്ട്. അത് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കേസെടുത്തിട്ടുണ്ട്. അത് രണ്ട് വകുപ്പുകളുണ്ട്. അതിൽ ഒന്ന് ജാമ്യമില്ലാത്തതും ജാമ്യമുള്ളതുമായ രണ്ട് വകുപ്പുകളുടെ ഒരു ഇതാണ് അവർ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ന് അവർ ചോദ്യം ചെയ്യും. ഇന്നലെ തന്നെ വേടനെ ഇവിടെ നിന്ന് കോടനാടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കോടനാട് TV-യിലായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഇന്ന് രാവിലെയോടുകൂടി ചോദ്യം ചെയ്യൽ, പ്രത്യേകിച്ച് ഇതെങ്ങനെയാണ് കൈവശം വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഇത് ഒരു സുഹൃത്തെ സംബന്ധിച്ച് തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു ആരാധകൻ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ആരാധകനാണ് തനിക്ക് ഈ സമ്മാനിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിൽ ഒരു കൃത്യമായ ഉത്തരം വേണം. കാരണം ഇത് ഈ സംരക്ഷിതമായ വന്യജീവികളുടെ ഗണത്തിൽപ്പെടുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ, അത് പുലിപ്പല്ലോ മറ്റെന്തെങ്കിലും നഖമോ എന്തെങ്കിലും ആയാലും സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ പെടുകയാണെങ്കിൽ അതിൻ്റെ ഏത് അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നെങ്കിലും അത് കുറ്റകരമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ രീതിയിൽ ഇത് എവിടെ നിന്ന് എന്ന സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം വേണം. അതുകൊണ്ടാണ് ഇതിൽ ഇന്ന് ചോദ്യം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ കോടനാട് എന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. ഇന്നലെ ഈ ചോദ്യം ചെയ്തതിന് ശേഷം ഇത് ജാമ്യത്തിലേക്ക്, ഈ കഞ്ചാവ് കേസ് അടക്കമുള്ള കാര്യങ്ങൾ ജാമ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെയും ഈ കാര്യങ്ങളിൽ സംശയം തോന്നി. ഇത് പുലിനഖമാണോ പുലിപ്പല്ലോ എന്ന കാര്യത്തിലൊരു സംശയം തോന്നിയിരുന്നു. അപ്പോൾ അത് വനംവകുപ്പിനെ അറിയിക്കുകയും അവർ പരിശോധന നടത്തി ഇത് ഉറപ്പിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിലുള്ളതാണ്, ഒറിജിനലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഉറപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് അവർ കൂടി കേസെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് ഉച്ചയോടുകൂടി പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ അളവ് കുറവാണ്, കഞ്ചാവ് ഉപയോഗിച്ചതിൽ അളവ് കുറവാണ് എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ FIRലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ഇത് ബോധപൂർവമായിട്ട് തന്നെ കൂട്ടം കൂടിയിരുന്ന് ഇത് കഞ്ചാവ് വലിക്കുകയായിരുന്നു. അവിടെ തിന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇവരെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടേക്ക് ഈ പോലീസ് സംഘം എത്തുമ്പോൾ കാണുന്നത്. മുറിക്കകത്ത് നിറയെ രൂക്ഷഗന്ധമായിരുന്നു, ഈ കഞ്ചാവ് പുകയുടെ രൂക്ഷമായ ഒരു ഗന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യൽ എല്ലാവരും തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഒരു ആഷിഖിൽ നിന്ന്, തൃശ്ശൂർ സ്വദേശി ആഷിഖിൽ നിന്നാണ് ഇവർ വാങ്ങിയത്. 2 പാക്കറ്റാണ് വാങ്ങിയത്. അതിൽ ഒരു പാക്കറ്റ് പൂർണ്ണമായും അവർ ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തെ പാക്കറ്റിൻ്റെ അതിൻ്റെ ഒരു ഉപയോഗത്തിലേക്കും കാര്യങ്ങൾക്ക് കടക്കുകയായിരുന്നു. അപ്പോഴാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം അവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നത്. ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ 3 വർഷമായി തന്നെ ഇത് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വേടൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ലഹരി കേസ്, കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തയിടെ പോലീസും എക്സൈസും നിരന്തരമായ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും നടത്തി വരികയാണ്. പല വിൽപ്പനക്കാരെയും തന്നെ അന്വേഷണം എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന ഈ തുടർച്ചയായ പരിശോധനകൾ, അറസ്റ്റുകളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റാപ്പർ വേടൻ്റെ ഫ്ലാറ്റിലടക്കം ഇന്നലെ പരിശോധന നടത്തിയത്. അവിടെ നിന്ന് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അപ്പോഴുമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഈ വലിയ പേരുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ അതിലേക്കാണ്. പക്ഷേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് 1.6 ഗ്രാം കഞ്ചാവും അല്ലെങ്കിൽ 6 ഗ്രാം കഞ്ചാവും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ വളരെ സജീവമായി ഒരു രാസലഹരി വേട്ട നടന്നിരുന്നു. അതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും ഇല്ലാതാവുന്നു. അല്ലെങ്കിൽ അത്തരം വലിയ വേട്ടയിലേക്ക് പോകാതെ എക്സൈസ് ഇത്തരം
വലിയ പേരുകളിൽ ചെറിയ അളവിൽ അവർക്കൊക്കെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റവുമാണ്. ആ തരത്തിലൊരു വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി ഉയരുന്നുണ്ട്. തീർച്ചയായും ശ്രീജ, കാരണം അത് പലരും തന്നെ ചോദിക്കുന്ന കാര്യമാണ്. ഇവരിപ്പോൾ തന്നെ പുറത്തേക്ക് വരുമല്ലോ എന്ന രീതിയിൽ തന്നെയാണ് ഈ കഞ്ചാവ് എത്രമാത്രം പിടികൂടി എന്നതെല്ലാം തന്നെ പറഞ്ഞപ്പോൾ വേടൻ സുഹൃത്തുക്കളും 9 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം കൂടിയാണ് വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു ലഹരി ഉപയോഗം അവിടെ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഈ നിരോധിക്കപ്പെട്ട ഈ ലഹരി വസ്തുക്കൾ തന്നെയാണ്, അതെല്ലാം ഉപയോഗിക്കുന്നത് കുറ്റകരം തന്നെ. ഇന്നലെ ഒരു എക്സൈസ് സംഘത്തോട് സംസാരിക്കുമ്പോൾ, ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാനായിട്ട് ഇത്തരം നടപടികൾ സഹായിക്കുമെന്ന് പറയുന്നു. പൊതുജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി തങ്ങൾ മറ്റു വലിയ ഉന്നതരിലേക്കും കാര്യങ്ങളിലേക്കും എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ചങ്ങല മുറിക്കുന്നതിന് ഇത്തരം നടപടികൾ ഒരു പരിധിവരെ സഹായകരമാണ് എന്നവർ പറയുന്നു. കാരണം കുറേ അധികം പേർ ഇതിന് ഇടനിലക്കാരെങ്കിലും താൽക്കാലികമായെങ്കിലും അവർ ഒരു പിൻവാങ്ങുന്ന രീതിയിലേക്ക് അടക്കം വരുത്തുന്നതിന് ഈ ഒരു നടപടികളിലേക്ക് സഹായിക്കും. കാരണം ഉന്നതരെ ഇപ്പോൾ നമുക്കറിയാം, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണെങ്കിൽ ആ കഴിഞ്ഞ് ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ കിലോ കണക്കിന് കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടുകയും എല്ലാം തന്നെ ചെയ്തത്. കാരണം അവിടേക്ക് വരുന്ന ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിനുകളിൽ 10-15 കിലോ കഞ്ചാവായിട്ടാണ് വരുന്നു. പലതും ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കാണുന്നു. അങ്ങനെ അതൊരു നിത്യ സംഭവമേ അവിടെ ആയിരിക്കുകയാണ്. പലരും തന്നെ ഈ അതിഥി തൊഴിലാളികളായി ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയവർ പലരും ഇതിൻ്റെ ഇടപാടുകാരാവുന്നു, ഇടനിലക്കാരാവുന്നു. അങ്ങനെയുള്ള പല സ്ഥിതിവിശേഷങ്ങളുമുണ്ട്. അത് ഒരു ഭാഗത്ത് തുടങ്ങി ഇപ്പോൾ അത് വലിയ രീതിയിലേക്ക് ഈ പരിശോധനകളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. കാരണം അത് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എക്സൈസ് സംഘവും പോലീസും എല്ലാം തന്നെ പറയുന്നത്. പിന്നീട് ഈ നഗരത്തിൽ വിതരണം ചെയ്യുന്നവരിലെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം നടപടികൾ ഈ ചങ്ങല മുറിക്കുന്നതിന് സഹായകരമാകും എന്ന ഒരു വിശ്വാസത്തിലാണ് എക്സൈസ് സംഘം ഈ രീതിയിലേക്കെല്ലാം തിരിയുന്നത്. വലിയ ആഡംബര ഫ്ലാറ്റുകളിലേക്ക്, വലിയ ഹോട്ടലുകളിലേക്ക് ഇതെല്ലാം തന്നെ ഈ പരിശോധനകളായിട്ട് നീങ്ങുന്നതിൻ്റെ ഒരു സാങ്കത്യം അവർ പറയുന്നത് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാകുന്നു. ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞതും അത് തന്നെയാണ്. ശരി ഡാനി, നമുക്ക് എന്തായാലും വരും ബുള്ളറ്റിനിലും വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷെ അപ്പോഴും ഈ കണ്ണിയുടെ ഇങ്ങേ അറ്റത്തുള്ളവർ മാത്രം മതിയോ? കണ്ണി തുടങ്ങുന്ന സ്ഥലത്തേക്ക് കൂടി അന്വേഷണം എത്തണ്ടേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അറ്റത്തെ കണ്ണി മുറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഉപയോഗിക്കുന്ന ആരായാലും നിയമത്തിന് മുന്നിൽ കുറ്റക്കാരാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. പക്ഷെ അപ്പോഴും ഇതെവിടെ നിന്ന് വരുന്നു, ആരാണ് ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ളത് എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്.